അപ്പോൾ ഗൈസ് ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വാട്സാപ്പിലെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് പറയാനാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ടിപ്പിലേക്ക് കിടക്കാം. ഫസ്റ്റ് ടിപ്പ്, നമ്മളിപ്പോൾ വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ് അയക്കുമ്പം നമ്മൾ അയക്കുന്ന മെസ്സേജ് നമുക്ക് എന്താണെന്ന് കേൾക്കാനായിട്ട് ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഉടനെ എടുത്ത് ഡിലീറ്റ് ഫോർ എവരിവൺ ചെയ്യാറ്. അപ്പം നമ്മൾ വേറൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അയക്കുന്ന വോയിസ് മെസ്സേജ് നമ്മൾ എന്താണോ പറയേണ്ടത് അത് ഫുള്ള് പറയുക, സെൻറ്റർ ബട്ടൺ ഞെക്കുക. സെൻറ്റർ ബട്ടൺ ഞെക്കി കഴിഞ്ഞ് ഒന്നും കൂടെ വാട്സാപ്പ് എടുക്കുമ്പോൾ നമ്മൾ അയക്കുന്നത് എന്താണോ അത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. നമ്മളത് മിസ്റ്റേക്സ് എല്ലാം ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇതാണ് ഫസ്റ്റ് ടിപ്പ്. സെക്കൻഡ് ടിപ്പ്, ഹൈഡ് നമ്പർ ഇൻ ഗ്രൂപ്പ്സ്. അപ്പോൾ നമ്മളത് ഇതുപോലെ ഒരുപാട് ഗ്രൂപ്പുകളിൽ കാണും, ഒത്തിരി പേര് ഇതിൻ്റെ അകത്ത് കാണും, ഒരുപാട് മെസ്സേജസ് വരും, കുറേ പേര് നമ്മൾ വേറെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഗ്രൂപ്പുകളിൽ നമ്മുടെ നമ്പർ അവർക്ക് കാണാതിരിക്കാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വാട്സാപ്പ് സെറ്റിങ്സിലേക്ക് പോവുക, അക്കൗണ്ട്, പ്രൈവസി, എബൌട്ട്, അത് എവരിവൺ ആയിരിക്കും എല്ലായിടത്തിലും കിടക്കുന്നത്. അപ്പോൾ അത് നോബഡി ആക്കി ഇടുക. അപ്പം നമ്മുടെ നമ്പർ ആ ഗ്രൂപ്പുകളിൽ കാണാനായിട്ട് പറ്റില്ല. മൂന്നാമതായിട്ട് ഡിലീറ്റഡ് മെസ്സേജസ് നമുക്ക് എങ്ങനെ കാണാം. ഇപ്പോൾ വാട്സാപ്പിൽ പലരും ഒരുപാട് മെസ്സേജ് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പം നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് ഒരു ആപ്പുണ്ട്. അപ്പോൾ ആപ്പിൻ്റെ പേര് WAMR എന്നാണ്. അപ്പം നമ്മൾ ആപ്പ് ഇതുപോലെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പം അതിൻ്റെ അകത്ത് ഞാനിപ്പം ക്ലിയർ ചാറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ അകത്ത് മെസ്സേജ് ഒന്നും കാണിക്കത്തില്ല. അപ്പോൾ അതിലും മെസ്സേജ് ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ എല്ലാം ഇതിൻ്റെ അകത്ത് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഓക്കെ, നാലാമത്തെ ആയിട്ട് കോൺവെർസേഷൻ 2. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് മെസ്സേജ് ചറവറ ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കത് ഡിസ്റ്റർബൻസ് ആവുകയാണെങ്കിൽ നമുക്ക് സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിൽ നോട്ടിഫിക്കേഷനിൽ ചെന്ന് കോൺവെർസേഷൻ 2 എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിരിക്കുന്നത് ഡിസേബിൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ 2 കേൾക്കാം. അപ്പോൾ ഗൈസ്, എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ അമർത്തി വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തും. മറ്റൊരിടത്ത് നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.